ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഷാമസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തിരുവാതിരയുടെ സ്പെഷ്യൽ ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് എട്ടങ്ങാടി പുഴുക്ക്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ചേന, ചേമ്പ്, പിന്നെ അതേപോലെ ചെറുകിഴങ്ങ്, കാച്ചിൽ, ഏത്തക്കായ, കൂർക്ക, ഏത്തപ്പഴം രണ്ടും ചേർക്കും. പക്ഷെ ഞാനതിൽ ചേർത്തിട്ടില്ല. ഏത്തപ്പഴം ഇല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇടാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പയറോ അതേപോലെ ചെറുപയറോ കടലയോ മുതിരയോ എന്താ വെച്ചാൽ നമുക്ക് ചേർക്കാം. അങ്ങനെയാണ് 8 സാധനങ്ങൾ അതിൽ വരുന്നത്. ഇനി ഞാനൊരു കുക്കർ എടുത്ത് കുറച്ച് കുതിർത്ത പയറാണ് കുക്കറിലേക്ക് ഇടുന്നത്. ഈ പയറിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം. പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എട്ടങ്ങാടിയിലെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. പുഴുക്കിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം, പച്ചമുളക്, കറിവേപ്പില, ജീരകം എന്നിവ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം, കറിവേപ്പില, ജീരകം, പച്ചമുളക് എന്നിവ ഈ വെന്ത കഷ്ണത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ എട്ടങ്ങാടി പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളതിന് കടുകും കറിവേപ്പിലയും നാളികേരം വെച്ചിട്ട് വറുത്തിടുകയാണ്. ഇനി നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ എട്ടങ്ങാടി പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.